നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പാർവതി തനിയെ നിന്ന് ചിരിക്കുന്നെ? സിംഗപ്പൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നിന്റെ ഭർത്താവ് തിരിച്ചു വന്നതിന്റെ സന്തോഷമാണോ നിനക്ക്? കല്യാണം കഴിഞ്ഞ് 1 വർഷമായിട്ടും ഇതുപോലെ സന്തോഷിക്കാനുള്ള ഒരവസരം പോലും നീയും വിശാലും തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ. നീയും അവനും രണ്ടും 2 ധ്രുവങ്ങളിലായിരുന്നില്ലേ? അങ്ങനെ കഴിഞ്ഞിരുന്ന വിശാല ഇപ്പൊ എന്തോ മനം മാറ്റം ഉണ്ടായതുപോലെ നിന്നെ സ്നേഹിക്കുന്നതും കല്യാണ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതും. ഇത്രയും നാള് നിന്നെ അകറ്റി നിർത്തിയിരുന്ന വിശാല് ഇപ്പൊ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ നിനക്ക് സ്വയം ഒരു മനസാക്ഷിക്കുത്ത് തോന്നുന്നില്ലേ പാർവതി? ഒരാൾക്ക് ഇഷ്ടമുള്ളപ്പോ സ്നേഹിക്കുക, അല്ലാത്തപ്പോ സ്നേഹിക്കാതിരിക്കുക. അതിന് നീ എന്താ കളിപ്പാട്ടാണോ? അല്ല, നിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ എനിക്ക് തോന്നിയ ചോദ്യങ്ങളാ ഇതൊക്കെ. അമ്മ ചിന്തിക്കുന്നത് പോലെ ഒരു മനസാക്ഷിക്കുത്തും എനിക്കില്ല. ഞാനെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നു? ഞാനും വിശാൽ സാറും 2 സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്നവരാ. ഞങ്ങളുടെ സ്വഭാവ രീതികളും ഒരുപോലെയല്ല. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോണൊന്നുമില്ല. അങ്ങനെ ഒരു മാനസിക ഐക്യത്തിന് കുറച്ച് കാലതാമസമൊക്കെ വരും. അത് എനിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ പരിഭവിക്കേണ്ടതോ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിശാലിന് നിന്നോടുള്ള അകൽച്ച പൂർണ്ണമായി മാറിയിട്ടുണ്ടോന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ ഇന്നും വിശാൽ സാറിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ മരണം വരെ വിശാൽ സാറിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. അല്ല, നിങ്ങൾ രണ്ടുപേരും ഫോണിൽ കൂടി എന്തോ സംസാരിച്ച് തീരുമാനിക്കുന്ന കേട്ടല്ലോ. അതെന്തായിരുന്നു? അമ്മേ, അതെന്തായിരുന്നു? പാറുനെ വിശാൽ സാറ് വിളിക്കുന്നു. വേഗം വാ, വരാൻ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേക്കും ഞാൻ ചോദിച്ചതിന് മറുപടി തരണേ. അല്ലേ ചി, നമ്മള് ഫോണിൽ എന്ത് സംസാരിക്കുന്ന കേട്ടെന്നാ അവളീ പറഞ്ഞിട്ട് പോയെ? അതാ ഞാനും ആലോചിക്കുന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.